പാൻറ്റൊക്കെ ഇട്ടപ്പോ നല്ല നീളം വെച്ച് വലിയൊരു ചെറുക്കനെ പോലെ. അമ്മ കരയുവാ. ഹലോ അത്തമ്മ, ഞങ്ങള് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോവാൻ പോവാ. വലൈക്കും അസ്സലാം. ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഇന്നലെ രാത്രി കിടന്നിട്ട് ഉറക്കം വന്നില്ല മുത്തുമണീസ്. എന്തോ കാരണം അറിയാത്ത ഭയങ്കര സങ്കടം. ഞാൻ അണ്ണനോട് പറയാൻ എനിക്ക് എന്തോ ഭയങ്കര വിഷമമെന്ന്. വിഷമം എന്താണ്, പൊന്നൂസിൻ്റെ മോറുടനെ സ്കൂള് തുറന്നു. ഇനിയിപ്പോൾ കുഞ്ഞുങ്ങൾ എപ്പോഴും സ്കൂള്, പഠിത്തം, അങ്ങനെ അവരെപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം കേട്ടോ. അപ്പോൾ ദേ രാവിലെ എഴുന്നേറ്റു. ഇതിന് മുമ്പ് ഞാനൊരു 5 മണിയായപ്പോൾ എണീറ്റ് ഇറച്ചിയൊക്കെ വെള്ളത്തിലിട്ട് സംസ്കരിച്ചിട്ടൊക്കെ പിന്നെ ഒന്നുകൂടെ കിടന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും കൂടെ പോകുന്നുണ്ട് പൊന്നൂസിനെ മോണ്ടനെ കൂടെ. പിന്നെ ആ വഴി ജിമ്മിന് പോകാമെന്ന് വിചാരിച്ചു. ഇനി കുഞ്ഞുങ്ങളൊക്കെ ഇല്ലാതെ വീട്ടിലിരിക്കാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. മൈൻഡൊക്കെ ഒന്ന് മാറ്റി വിടാമെന്ന് വിചാരിച്ചു. അപ്പം അതേ നേരെ അടുക്കളയിൽ കയറി. ഇന്നലെ കാര്യറിയിൽ നിന്ന് നല്ല പോത്തിറച്ചി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ വെളുപ്പിന് ഞാൻ എണീറ്റ് അത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഐസോടിരിക്കുകയായിരുന്നു കേട്ടോ. ഇതേ വെള്ളത്തിലിട്ട് വെച്ചതാണ്. എന്നിട്ടും ആ കട്ടയായിട്ട് തന്നെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിനെ അലിയാൻ കുറച്ച് സമയം എടുക്കും. കണ്ടോ, നല്ല കട്ടിയായിട്ട് ഇരിക്കുവാണ്. എന്നാലും കുഴപ്പമില്ല, വിട്ട് വരുന്നുണ്ട്. കുറച്ച് നേരം വെള്ളത്തിൽ കിടക്കുമ്പോൾ അങ്ങ് സെറ്റ് ആയിക്കോളും. അതവിടെ കിടക്കട്ടെ, ബാക്കി പണി നോക്കാൻ വല്ല. ഇതിൻ്റെ പുറകെ നോക്കാൻ ആകെ മൊത്തം സമയം പോവും. പിന്നെ ഇത് കുടിക്കാനുള്ള വെള്ളം ആദ്യം തന്നെ ചൂടാക്കാൻ വെച്ചു. അത് കഴിഞ്ഞ് പൊന്നൂനും മോട്ടനും കുളിപ്പിക്കാനുള്ള വെള്ളവും വേണം കേട്ടോ. ചൂട് വെള്ളത്തിൽ രാവിലെ ഭയങ്കര തണുപ്പല്ലേ, മഴയല്ലേ. ഈ മഴയത്ത് എങ്ങനെ കുഞ്ഞുങ്ങൾ തണുത്ത വെള്ളത്തിൽ കുളിക്കുക? എനിക്കേ പറ്റില്ല. ചോറ് ദേ ഞാൻ ഇന്നലെ പാതി വേവിച്ച് റൈസ് കുക്കറിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതെടുത്ത് ഇനി ഒന്ന് വടിച്ചൂറ്റിയാൽ മാത്രം മതി. അല്ല, അത് കഴിഞ്ഞ് പൊരിച്ചെടുക്കാനുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വെളിവില്ലായിരിക്കും. എന്തോ മനസ്സിന് നല്ല വിഷമമുണ്ട്, നല്ല വിഷമം. പണ്ടൊക്കെ എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഞങ്ങളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ. എനിക്കെന്താ ഭയങ്കര സങ്കടം. ഇന്നലെ പൊന്നൂസ് മോണ്ടനൊക്കെ പറയാം, അമ്മ എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. പുതിയ ട്രോളി ബാഗും പുതിയ ലഞ്ച് ബോക്സും ഒക്കെ ആയിട്ട് സ്കൂളിൽ പോകാൻ നല്ല എക്സൈറ്റ്മെൻ്റ് ആണ്. പക്ഷേ അമ്മായി വിട്ടിട്ട് പോകുമ്പോൾ വിഷമമുണ്ടെന്നൊക്കെ ഇഷ്ടം. സ്കൂളൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിയത്തില്ല. സ്കൂളിൽ വിട്ടല്ലേ പറ്റൂ. 2 മാസം പോയി പോക്കേ. അയ്യോ, എനിക്കറിയത്തില്ല 2 മാസം ഇതെങ്ങനെ പോയി എന്ന്. കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് മാസങ്ങളൊക്കെ അങ്ങ് പോവുകയാണ്. മാസങ്ങൾ പോകുന്നുണ്ട്, വർഷങ്ങൾ പോകുന്നുണ്ട്. പൊന്നൂസും മോനൂട്ടനും വളരുന്നുണ്ട്. അതാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നയോ, കുഞ്ഞുങ്ങളൊക്കെ പെട്ടെന്ന് വളരും. ഇന്നലെ ഞായറാഴ്ച ആയിരുന്നല്ലോ. അപ്പം ഞാൻ ഇന്നലെ നമുക്കെങ്ങും പ്രത്യേകിച്ച് പോകണ്ടല്ലോ. അപ്പം ഞാൻ രാവിലെ എഴുന്നേറ്റിട്ട് പിന്നെ കിടന്നു. വിളിച്ച് മോണ്ടനും താമസിച്ചായിരുന്നു ഉറങ്ങുന്നത്. അപ്പം കിടന്നപ്പോൾ ഞാൻ അണ്ണനെ വിളിച്ച് പറഞ്ഞു, അണ്ണൻ അങ്ങ് പോയി രാവിലെ എണീറ്റ്. ഞാനപ്പോൾ അണ്ണനെ വിളിച്ച് പറഞ്ഞു, അണ്ണേ കാറിൽ നിന്ന് ഇറച്ചി വാങ്ങിച്ചുകൊണ്ട് വന്നേ, ഞായറാഴ്ചയല്ലേ, അപ്പോൾ പൊന്നൂരും മോണ്ടനും നാളെ സ്കൂളിൽ കൊടുത്തു വിടാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇന്നലെ അണ്ണൻ മേടിച്ചുകൊണ്ട് വന്നതാണ്. കാരണം വിളിച്ച് ഓർമ്മിച്ചില്ലെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്ക് അതങ്ങ് തീർന്നു. അങ്ങനെ മേടിച്ചുകൊണ്ട് വന്നെയാണ് പോത്തിറച്ചി. അല്ലെങ്കിൽ ഇന്ന് എങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്? രാവിലെ 5 മണിക്ക് എണീറ്റ് ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചതാണ്. ഇതുവരെ ഐസ് പോയില്ല. പക്ഷേ നമുക്ക് സവാളയൊക്കെ വരട്ടി അങ്ങോട്ട് എടുക്കുമ്പോഴത്തേക്കും ഐസ് മാറും. ഇന്നലെയും ഞാൻ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. ഇത് തോരനാട്ടോ, തോരനും അരിഞ്ഞ് വെച്ചു. ഇതും അരിഞ്ഞ് വെച്ചു. അതേ ഉള്ളായിരുന്നു. എല്ലാ സാധനവും പറഞ്ഞാൽ അതിന് എന്തുമല്ലേ, കുറേ സാധനം ഉള്ള പോലെ എല്ലാ സാധനങ്ങളും അരിഞ്ഞ് ഫ്രിഡ്ജിൽ വെച്ചു. എനിക്കാണെങ്കിൽ ഇന്നലെ ഉറക്കം വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് വെറുതെ എഴുതിക്കുമായിരുന്നു. അതങ്ങനെ എന്താണോ പോട്ടെ. സംസാരിച്ചുകൊണ്ട് ഇന്നലെ മുത്തുമണി സമയം അങ്ങ് പോകും കേട്ടോ. അതുകൊണ്ടാണേ ഇറച്ചി അടുപ്പിലങ്ങ് ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കി കൊച്ചു ജോലികളല്ലേ ഉള്ളൂ. അതുകൊണ്ട് സ്വീഡി ആക്കുവാണേ. മസാലയൊക്കെ ഒന്ന് ചൂടാക്കി എടുത്ത് ഉള്ളി അപ്പോഴത്തേക്ക് ഇത് വരണ്ട് വരും. ഇറച്ചി ഞാൻ ഇത് കഴുകി എടുത്തോണ്ട് വന്നേ. കഴുകിയെടുത്തു. വെള്ളത്തിൽ തന്നെ ഇരിക്കുക. വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ എടുത്ത് ഇടണം. ഇന്നെന്തോ ഉറക്കം വരാത്ത പോലെയും നേരം വെളുക്കാത്ത പോലെയും. അന്ന് നേരമൊക്കെ എപ്പോഴേ വെളുത്ത് 5:30 ആയപ്പോഴേ നല്ല വെട്ടം ഉണ്ടായിരുന്നു.
പുതിയ ബാഗ് ഇട്ട് പോകാൻ ഒരാഴ്ചത്തേക്ക് എല്ലാവർക്കും എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, കുഞ്ഞുങ്ങൾക്കൊക്കെ. ഒരാഴ്ച കഴിയുമ്പോഴായിരിക്കും കിടക്കണു. ഇത് നമ്മുടെ ക്യാബേജാണ്. ക്യാബേജ് കൊത്തി അരിഞ്ഞത്, പിന്നെ അതിനകത്ത് തന്നെ സവാളയും കറിവേപ്പില, അതുപോലെ നമ്മുടെ കാന്താരി മുളകുണ്ടല്ലോ അതും ചതച്ചതുണ്ട്. പിന്നെ ദേ മുട്ടയും കൂടെ പൊട്ടിച്ച് കുറച്ച് ഉപ്പൂടിട്ട് ചിക്കി തോത്തി ഇങ്ങ് എടുത്തപ്പോഴത്തേക്കും ദേ അടിപൊളി തോരൻ റെഡിയായി. മുട്ടയുടെ ആ ഒരു ടേസ്റ്റും കൂടെ ഉണ്ടെങ്കിലേ പൊന്നൂസ് കഴിച്ചോളും നല്ല. അതുമല്ല പൊന്നൂനെക്കാളും ഇവിടെ കഴിപ്പിക്കാൻ പാട് അണ്ണനെയാണ്. ഈ പച്ചക്കറിയൊക്കെ കഴിക്കാൻ ആൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട്. ഇനി ഞാൻ പൊന്നൂൻ്റെയും മോനുക്കുട്ടൻ്റെയൊക്കെ ലഞ്ച് ബോക്സ് ഒക്കെ എടുത്തിട്ട് വരട്ടെ. ദേ ആ വാങ്ങിച്ച ബാഗിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്ന് നോക്കൂട്ടോ. അങ്ങനെ തന്നെ വെച്ചേക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു അങ്ങനെ തന്നെ വെച്ചോളാം മക്കളെ. പിന്നെ നമ്മുടെ പുതിയ വീട്ടിലെ സാധനങ്ങളാണ് സ്റ്റെപ്പിൻ്റെ അവിടെ വെച്ചേക്കുന്നത്. അപ്പോൾ ഇത് ബാഗ് തുറന്ന് പൊന്നൂൻ്റെയും മോനൂട്ടൻ്റെയും ബാഗിൽ ഇന്നലെ തന്നെ ഒരു റഫ് ബുക്ക്, പിന്നെ പെൻസില്, എറൈസർ, കട്ടർ അങ്ങനെയുള്ള സാധനമൊക്കെ രണ്ടുപേരും എടുത്ത്. ലഞ്ച് ബോക്സ്, സ്നാക്സ് ബോക്സ്, പിന്നെ നമ്മുടെ കുപ്പി, ഇത് ഇത്ര എടുത്തിട്ട് ഞാൻ നേരെ അടുക്കളയിൽ കൊണ്ടുപോയിട്ടോ. ഒന്ന് വാഷ് ചെയ്യണമല്ലോ. പിന്നെ കവർ പൊട്ടിക്കാതെ വെച്ചേക്കോണം ഈ ലഞ്ച് ബോക്സിൻ്റെയും സ്നാക്സ് ബോക്സിൻ്റെയൊക്കെ. അപ്പോൾ ദേ അതൊന്ന് കഴുകി എടുത്തിട്ട് നല്ല ചൂടുവെള്ളം, പൊന്നൂനും മോനൂട്ടനും കുളിക്കാൻ വേണ്ടിയിട്ട് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതേ പാത്രം അല്ലാതെ ഒന്ന് കഴുകി എടുത്തു. പിന്നെ നമ്മുടെ സ്നാക്സ് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചു കേട്ടോ. കഴിഞ്ഞ ദിവസം ലുലുമാളി പോയപ്പോൾ വാങ്ങിച്ച സ്ട്രോബെറിയാണ്. ഇത് ഞാൻ ഉപ്പിട്ട് കുറച്ച് നേരം വെള്ളത്തിൽ ഇങ്ങനെ വെക്കും കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഇലയൊക്കെ എടുത്ത് കളഞ്ഞിട്ടാണ് ഇത് നമ്മൾ സ്നാക്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതേ കപ്പിൽ വെള്ളം ഒഴിച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് പാത്രമൊക്കെ തുടച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എൻ്റെ കുട്ടിമണികളെ വിളിച്ചുണർത്താമേ. എല്ലാവരും എണീറ്റ് വായോ. അമ്മയുടെ സുന്ദരനെ സുന്ദരി എണീറ്റ് വാ, സ്കൂളിൽ പോണ്ടേ. ചുഞ്ചുനുവേ സ്കൂളിൽ പോവാം. ഒരു ദിവസം മോണ്ടൻ എണീറ്റ്. അണ്ണനാണോ എണീക്കാൻ വയ്യാത്തേ? ഞാനിവിടെ കഥവിൻ്റെ അവിടെ വെയിറ്റ് ചെയ്യാം. അണ്ണൻ ഇന്നലെ പറഞ്ഞത് 7 മണിയാകുമ്പോൾ വിളിക്കണം, എല്ലാവരെയും 7 മണിക്ക് വിളിക്കണമെന്ന്. ഇന്നലെ 8 മണിക്ക് വിളിച്ചിട്ട് എഴുന്നേക്കുന്നില്ല. 7:45 ഇങ്ങോട്ട് എണീറ്റ് വാ മക്കളെ. ഞാൻ വെള്ളം ചൂടായിട്ട് വിളിക്കാമെന്ന് വിചാരിച്ചിട്ട്. ബാ എല്ലാവരും എണീറ്റ് വരൂ, നമുക്ക് സ്കൂളിൽ പോണ്ടേ. ഇറച്ചി കുറേ വിസിലായി, 2-3 വിസിലായി. ഞാൻ എടുത്ത് നോക്കുമ്പോൾ സെറ്റായില്ല കേട്ടോ. അപ്പോൾ അത് ഞാനൊന്നും കൂടി ഒരു 2-3 വിസിലടിക്കട്ടെ എന്ന് വിചാരിച്ചു. എന്നിട്ട് വേണം തന്നെ ദോശ ചുടാൻ. മാവ് വെച്ചേക്കുവാണ്. ബാക്കിയെല്ലാം സെറ്റായി. ഇനി നമുക്ക് പെട്ടെന്ന് കറിയും സെറ്റായിട്ട് ലഞ്ച് ബോക്സ് വീഡിയോ എടുക്കണം. ഈ വർഷത്തെ ഫസ്റ്റ് ലഞ്ച് ബോക്സ് വീഡിയോ നോക്കട്ടെ. അതോ ഷിയാമ എൻ്റെ അമ്മ കൊണ്ടുവന്നു ചേട്ടാ പൊന്നൂസിന് കുറച്ച് നിക്കറ്. പിന്നെ നോക്കട്ടെ ഇതെന്തോ സ്വീറ്റ്, എന്തോന്ന് കോക്കനട്ട് സ്വീറ്റ്. ഇത് കൊച്ചു ലഡു. ഇതാ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ച്. വേറെന്തോ സാധനമാണ്. സുന്ദറ പൊന്നു ഉടുപ്പിട്ടില്ല, പിന്നെ അത് പിന്നെ ഉടുപ്പിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. സുന്ദറ മോനോട്ട് പിന്നെ ചാടി എണീറ്റു. മോനോട്ടൻ്റെ ദോശ കഴിക്കും. അമ്മതായിരുന്നു. സ്കൂളിൽ പോകുന്നതിൻ്റെ വിഷമമാണെന്നോ? എന്തുവാ പൊന്നെ പറ, അമ്മ പറ എന്തുവാ? പോട്ടെ, സാരമില്ല കേട്ടോ. നമുക്ക് പിന്നെ പഠിക്കണ്ടേ? നമ്മൾ പഠിച്ചാലേ വളർന്ന് കളക്ടറൊക്കെ ആവാൻ പറ്റൂ. പോട്ടെ. ട്രോളി ബാഗ് ഇട്ട് നമ്മൾ നല്ല പോലെ പോകണം കേട്ടാ. പോട്ടെ എൻ്റെ ചക്കര ബേബിയാ. കരയല്ലേ പോട്ടെ എൻ്റെ ചണ്ടരിയാ, എൻ്റെ പൊന്നാണീ, എൻ്റെ ചക്കര ബേബിയാണേ. അമ്മച്ചിടെ പിന്നെ കാറി ഇരിക്കുന്ന സ്റ്റിക്കിങ് എടുത്തോണ്ട് പോവാ. ഓനോടിയേ എന്തിനാ മക്കളെ വിഷമിച്ചേ? എന്തിനടി വിഷമിച്ചേ? എന്തോ അടി എൻ്റെ പൊന്നെ, എന്ത് സാധനം പോയേ. ഞങ്ങൾക്ക് പെട്ടെന്ന് പല്ല് വയ്ക്കാൻ പോയപ്പോൾ വിഷമം വന്നു ഫ്രണ്ട്സ്. ഇല്ലയോ? ഞങ്ങൾക്ക് പെട്ടെന്ന് വിഷമം വന്നു. ഞങ്ങൾ പെട്ടെന്ന് വിഷമിക്കുന്ന ആൾക്കാരാണ്. ഇല്ലയോ? മൈക്കിനെന്തൊരു കംപ്ലൈൻറ്റ്.
അമ്മ പിന്നെ ശരിയാക്കാം കേട്ടോ. അങ്ങ് എടുത്തേ മക്കൾ പോയി മിടുക്കാനായിട്ട് കൂടി എൻ്റെ പൊന്ന. അപ്പോൾ അമ്മത്തേക്ക് ലഞ്ച് ബോക്സ് ഒക്കെ സെറ്റാക്കി എടുക്കാം കേട്ടോ. ലഞ്ച് ബോക്സ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ മോനെക്കൂട്ട ഓടി വന്നൊരു കരച്ചിൽ. പെട്ടെന്ന് ഞങ്ങൾക്ക് വിഷമം വന്നു. അതുകൊണ്ട് കരഞ്ഞു. ഇപ്പോൾ ഒന്നുവിൻ്റെ ലഞ്ച് ബോക്സ് ആണേ, ബാക്കി എടുക്കട്ടെ, ഇപ്പം വരാം. ഫ്രണ്ട്സ്, ഇതാണ് ഞങ്ങളുടെ പുതിയ ബ്രഷ്. മോനെക്കുട്ടനെ കാണിക്ക്. പൊന്നു ഉടുപ്പിട്ടില്ല. അഴുക്കില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അടച്ച് വെക്കാം. ആ കൊള്ളാം, അടിപൊളി. ഇതിങ്ങനെ ഒട്ടിച്ച് വെക്കാം ഭിത്തിയിലൊക്കെ. അതെ, അവരങ്ങനെ ഇന്നലെയൊക്കെ വെച്ചിരുന്നത്. പോകണ്ണ പോ, കുളിച്ചിട്ട് എൻ്റെ കുഞ്ഞുമോൻ. പാവാട കുറച്ച് വലുതാണോ? ആണ്. അമ്മ അല്ലേ പറഞ്ഞ കുറച്ച് ഇറക്കം. എനിക്ക് അങ്ങനെ എടുക്കുന്നതൊന്നും ഇഷ്ടമല്ല. എനിക്ക് ആ അളവ് കഴിഞ്ഞ വട്ടം പൊന്നൂന് നമ്മൾ റെഡിമെയ്ഡ് കോട്ട് എടുത്ത സമയത്ത് കുറച്ച് വലുതായി. ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്നത് വെട്ടി ഇത്ര ആക്കിയിട്ട് മടക്കി തച്ച് സെറ്റ് ആക്കി എടുത്ത്. എന്തുവാ ആ പാവാട കുറച്ച് ലൂസാട്ടോ. ഇനി വണ്ണമൊന്നും ഇല്ലല്ലോ, സാരമില്ല. ബെൽറ്റ് ഇട്ട് നമുക്ക് ഇറുക്കാം. വൈറ്റ് പൂച്ച ഓടി ഇരിപ്പുണ്ട്. മൂന്നുകുട്ടാ വാ. മൂന്നുകുട്ട എന്ത് സങ്കടപ്പെട്ടിരിക്കും. വൈറ്റ് ഇതോണ്ടേ വിശ്രമിക്കുന്നു. മോനുട്ടൻ എന്തേ? മോനുട്ടൻ സുന്ദരനാണല്ലോ, ഇൻഷർട്ട്. ആ ശരി. ഇതുകൊണ്ട് ബെൽറ്റ്. പക്ഷെ ഇച്ചിരി ഇളിവണ്ണം ലൂസുണ്ട്, അതേ ഉള്ളൂ. അത് ബെൽറ്റ് ഇറുക്കിയിട്ടാ മതി. ഒത്തിരി ഇറുക്കണ്ട കേട്ടോ. അവിടെ പോയി തറയിലൊക്കെ ഇരിക്കുമ്പം വയറ് ഇറുകും പിള്ളേർക്ക്. ഇതെന്തുടി ചിക്കുടി. ആ യോ ഇറുക്ക വലിയോ. യോ ബെൽറ്റ് നല്ല ഇറുക്കം. ഓഹോ മക്കളെ മുടിയിട്ട് തട്ടാമ്മ. ബാ ബാ പൊന്നു അവിടോട്ടിരുന്നേ. പൊന്നു ഇവിടോട്ടിരുന്നേ. കോട്ട് ലാസ്റ്റ് ഇടാം. മുടിയിട്ട് തരാം അമ്മ. വാ. ഇത് വരുന്ന അല്ല, അത് കുറേ കഴിയുമ്പോൾ ഇത് ആ ചട പിടിക്കും മോനെ. എന്തു വരുന്നത് ഞാൻ പറയാൻ വന്നേ. ആ വെള്ള ബണ്ണ് മേടിക്കണമെന്ന് വിചാരിച്ചു, അതങ്ങ് മറന്നുപോയി. ഇന്നലെ ഞാൻ എന്തോ ആലോചിക്കാൻ, ഞാൻ എന്തോ മറന്നല്ലോ, സ്കൂളിൽ കൊണ്ടുപോകാൻ എന്തോ വാങ്ങാൻ മറന്നല്ലോ എന്നിങ്ങനെ വിചാരിച്ചു. പക്ഷെ ഇതായിരുന്നു ഇപ്പോഴാണ് ഞാൻ ആലോചിച്ചത്. പോട്ടെ സാധനം. എന്ത് ഞാൻ ഇൻഷർട്ട് ചെയ്ത് കൊള്ളത്തില്ലെന്നാണോ അണ്ണൻ പറയുന്നത്? അപ്പം അണ്ണൻ ചെയ്യുന്നതിനേക്കാളും അടിപൊളിയായിട്ടാണ് ഞാൻ ചെയ്തത്. അവന് ഞാൻ ചെയ്യുന്നതാണ് ചെയ്യുന്നത്. പിന്നല്ല, ഇന്നലെ ഞാൻ മുടി കുറേ ചീവി ഈരൊക്കെ ഉണ്ടായിരുന്നു പൊന്നിൻ്റെ തലയിൽ. സ്കൂൾ അടവിൽ എന്റെ തലയിൽ ഒരു സാധനം ഇല്ലാത്തായിരുന്നു. നിക്ക് എന്തോ ഇത് വകുപ്പെടുക്കാൻ പറ്റാത്തത്. എവിടുന്നൊക്കെയോ പെയിൻ കയറി വന്ന് എന്റെ തല ഫുൾ. സ്കൂളിൽ പോകുമ്പോ എന്തായാലും വരും. അങ്ങനെയാ അമ്മാക്ക് പണ്ട് അങ്ങനെ ആയിരുന്നു. ഞാന് എന്താ ശനിയാഴ്ച അല്ലേ അമ്മ പോയെ? എവിടാ? ലുലുമാളി. ശനിയാഴ്ച ലുലുമാളി പോയപ്പം എന്റെ സാരിയാണോ കൊള്ളാവുന്നേ അതോ അമ്മയുടെ ഉടുപ്പാണോ കൊള്ളാവുന്നേന്ന് എല്ലാവരും ലുലുമാളി പോയപ്പോ ഇത് ഇട്ടതാ. എന്നിട്ട് ഞാൻ അതുപോലെ ഊരിയിട്ട് ഇതിപ്പോ അങ്ങോട്ടൊന്ന് ചുമ്മാ പോന്നേനല്ലയോ. പുതിയ ഡ്രസ് അവിടെ ഞാൻ പിന്നെ ഇടതങ്ങ് ഇട്ട്. പുതിയ കാരണം പിന്നെ ഇനി അതിനു വേണ്ടി വേറൊരു ഡ്രസ്സ് ഇടാൻ. അതുമല്ല ഇപ്പൊ രാവിലെ ഞാൻ കുളിച്ചൊന്നുമില്ലല്ലോ, മുഷിഞ്ഞ് നിൽക്കുവാണ്. വേറൊരു പുതിയ ഡ്രസ്സൊന്നും എടുത്തിടാൻ വയ്യ. അതുകൊണ്ട് ഞാനങ്ങ് ഇതിലങ്ങ് ഒതുക്കി. ജിമ്മിൽ പോവല്ലേ? ഇത് കഴിഞ്ഞിട്ട് നേരെ അമ്മ അങ്ങ് ജിമ്മിൽ പോവാ. മക്കൾ ഇങ്ങോട്ട് നീങ്ങിരി. പല പല വശത്തേക്കിരിക്കൂ. പിടി. 3ാം ക്ലാസ്സിലെ അമ്മ ഇത് തന്നെ കിട്ടിത്തരുന്നത്. അതെ, അതേ ഫാഷൻ തന്നെയാണ് ഇപ്പോഴും. എനിക്കൊരു മാറ്റമില്ല. അമ്മ പറഞ്ഞു സ്കൂൾ തുറക്കുമ്പോ പുതിയ ഫാഷനൊക്കെ നോക്കാന്ന് ഓടിയിട്ടത്, എന്നിട്ടൊന്നും പറ്റിയില്ല. ഈ മുടിക്കകത്ത് ഞാൻ എന്തോ ചെയ്യണം? ആകെ നമുക്ക് കുറച്ച് മുടിയേ ഉള്ളൂ. അതിനകത്ത് ഞാൻ പുതിയ പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ചുകൊണ്ടിരുന്നാലോ. പിന്നെ അതുപോലെ രാവിലെ മനുഷ്യൻ
കിടന്ന് വെപ്രാളത്തിന്റെ ഇടയിൽ പരീക്ഷണങ്ങൾ നടത്താനൊന്നും സമയം കാണാം. പൊന്നു പറയും എപ്പോഴും അമ്മ ഇങ്ങനെയാണ്. വെള്ളം കുടിക്കും. ഓക്കെ ആ മുടി ഓക്കെ. ഇനി കണ്ണൊക്കെ സെറ്റാക്കും. എന്തോ അടിയിൽ എന്തെങ്കിലും ഉള്ള പോലെയോ? അത് ഈ പിന്നെ നോക്കട്ടെ, ഈ പിന്നെ കോട്ടിന്റെ ഈ കട്ടി ഭാഗമാ കേട്ടോ. അതങ്ങനെ തോന്നി നമുക്ക്. എന്തുവാ ഏതാ നോക്കണ്ടത്? ആ ഇത്രയും മുടി കാണും. മുടി ഉണ്ടല്ലോ പൊന്നൂന്. അവള് സുന്ദരിയും സുമുഖിയും സുശീലയുമാണ്. അവള് ഷിൻഡാണ്, എന്റെ ഷിൻഡ്. ആ പൗഡർ ഇട്ടേ മോനക്കുട്ടനെ. പോകുമ്പോ കാരണം വെച്ചാല് ഇത്രയും നാൾ 2 മാസം ഇവരുടെ രണ്ടുപേരുടെയും കൂടെ ഞങ്ങൾ ഉണ്ടായിരുന്നു. അത്തായെ കൂട്ടണ്ട. പിരിഞ്ഞു പോവാ. ഞങ്ങള് രാത്രി മാത്രമേ ഉള്ളൂ ഈ വീട്ടില്. ലൈറ്റ് എന്നൊക്കെ ഞാൻ പറയും, പിന്നെ എനിക്കങ്ങ് കട്ടിയായി പോവും. ഓ വെയിറ്റ് ചെയ്യൂ കണ്ണാ. മോനോട്ടന്നെ പുതിയ ഷൂ മേടിച്ചു. പക്ഷെ പഴയ അടയ്ക്കാറായപ്പോഴാ പൊന്നൂന് ഷൂ മേടിച്ചത്, അതുകൊണ്ട് മേടിച്ചില്ല. ഇവനും ഷൂ ഉണ്ട്, പക്ഷെ ഇവന് കാലിറുക്കവാ, ഫ്രണ്ടിൽ കുറച്ച് സ്പേസ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിണുങ്ങൽ തുടങ്ങി കേട്ടോ. ഞാൻ വിചാരിച്ചു സ്കൂളിൽ പോകുമ്പോൾ വിഷമിപ്പിച്ചോണ്ട് വിടണ്ട. അങ്ങനെ ഇന്നലെ മേടിച്ച ഷൂ ആണിതായത്. പുതിയ ഷൂ മേടിക്കാനുള്ള അടവായിരുന്നു അത്. അവന്റെ കാലിൽ ചേരാൻ പറ്റുന്ന ഷൂ ആയിരുന്നു അത്. മാറ്റി മാറ്റി ഇടണം കേട്ടോ, അങ്ങോട്ടും കൂടെ മാറ്റി മാറ്റി ഇടണം, ഒരെണ്ണം മാത്രം ഇടരുത്. ഇന്നലെ ഇട്ട ഷോക്സ് ആണോ? ആ മോനോട്ടന്നെ പൊന്നൂസും സെറ്റായി. ഇന്നെന്തായാലും പെട്ടെന്ന് കാര്യങ്ങളെല്ലാം വേഗം വേഗം നടന്നു. ഇനി മോനോട്ടന്റെ മുടിയും കൂടെ ചിവിയാൽ ഞാൻ പറഞ്ഞു ഇന്ന് എന്തിനാണോ ഉള്ള പുസ്തകം എല്ലാം കൂടെ ഓരോ റഫ് ബുക്ക് മാത്രം വെച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓരോ റഫ് ബുക്ക് മാത്രമേ ഉള്ളൂ. അഥവാ എഴുതിപ്പിച്ചാലും ആ റഫ് ബുക്കിലത് വന്ന് മാറ്റി ഇങ്ങോട്ട് എഴുതിയാൽ മതി. പ്രശ്നം സെറ്റല്ലേ? ആ എവിടെയെങ്കിലും ഒക്കെ എടുത്ത് വെക്ക് പെട്ടെന്ന്. ഇതെന്തുവാ ഇത്? ഞാൻ ഇൻഷേർട്ട് ചെയ്ത് കൊടുത്തപ്പോ പറഞ്ഞ ആരാ ഇത് ചെയ്തു തന്നാ കൊള്ളത്തില്ല, മുടി ചെയ്ത് കൊടുത്തപ്പോ പറഞ്ഞ ആരാ ഇത് ജീവിക്കുന്ന കൊള്ളത്തില്ല. കണ്ട ഞാൻ ചീവിയതിന് ശേഷം വന്ന ഒരു ഒതുക്കല. അമ്മ ചീവിയതല്ലേ ഇവിടെ നല്ലത്. ചക്കര വീട് അങ്ങനല്ല. ബാ ഇറങ്ങാ. അതൊന്ന് ഇട്ടുവിടണേ. ശരിയാ, തോളത്ത് അവർക്ക് സ്റ്റെപ്പ് കയറുമ്പോ തോളത്തിടാനുള്ള ട്രോളി ബാഗ് എന്ന് പറഞ്ഞാൽ മിറ്റത്ത് അങ്ങോട്ട് ഉരുട്ടിക്കൊണ്ട് പോകാനേ പറ്റൂ. അത് കഴിഞ്ഞ് എടുക്കണം കേട്ടോ സ്റ്റെപ്പ്. ഞങ്ങളുടെ ട്രോളിംഗ് ബാഗ് എന്ന് വെച്ചാല് ട്രോളിംഗ് ചെയ്യുന്ന വീല് മാത്രമല്ല, ഇതിനകത്ത് ഒരു റെയിൻ കോട്ടും കൂടെ ഉണ്ട്. വരാനുണ്ട് കുറെ. അതെനിക്കറിയത്തില്ല മക്കൾ, അതിനകത്ത് കയറ്റി പോയി ആവശ്യമില്ലാത്തതെന്ന് ചോദിക്കണം, നമുക്കറിയത്തില്ല. എന്തായാലും മഴയില്ല സ്കൂൾ തുറക്കുന്ന ദിവസം ഇല്ല, നല്ല വെയില്. ആദ്യം കടയിൽ പോയപ്പം പെണ്ണുങ്ങളുടെ മാത്രം ഉള്ളായിരുന്നു. അവിടെ ഈ ഒരു ബാഗും പിന്നെ യൂണിക്കോണിന്റെ പിങ്ക് കളർ ബാഗുകൾ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് ഒക്കെ നടന്നു നോക്കിയപ്പം ഇല്ല, മോനോട്ടന്നെ ഇട്ടില്ല. അവിടെ ചെറിയൊരു BTSന്റെ ബാഗ് കണ്ട്. അത് ബോയ്സിന്റെ അല്ലേ, അപ്പൊ ഞാൻ അത് ഇവന് കൊണ്ടുപോയി കൊടുത്തു. അത് മാത്രം കിട്ടിയോണ്ടാണ് ഇവ ഇത് ബാഗ് എടുത്ത്. മോനോട്ടനും പറയുന്ന ആളെ പോലും അറിയത്തില്ല. എനിക്കറിയാം, ഒരുപാട് അങ്ങ് നീട്ടണ്ട. ആ മതി മതി, ഇട്ടു നോക്ക്. ഇതെന്റെ ബാഗാ, അവന്റെ ബാഗ് ശരിയാക്കൂടെ. മോനോട്ടന്റെ ദോശയും ഇറച്ചിക്കറി. ഇറച്ചി നല്ല വെന്ത്, അതുകൊണ്ട് പിച്ച് തിന്നണം കേട്ടോ. ഈ പൊന്നൂന്റെ ഒരു സ്വഭാവമുണ്ട്. പൊന്നു
പൊന്നുന്റെ സ്വഭാവം എന്താ വെച്ചാൽ ഈ പൊന്നു ഇറച്ചി തിന്നത്തില്ല. ചിക്കൻ കറി ആണെങ്കിലും ബീഫ് കറി ആണെങ്കിലും ഇറച്ചി തിന്നാതെ ഇറച്ചി മാറ്റി വെച്ചിട്ട് ചാറ് കൂട്ടി തിന്നും. അതാണ് ഞാൻ പറഞ്ഞത്. ഹലോ ഷീജാമ്മ, ഞങ്ങള് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോവാൻ പോവാ. ഫോട്ടോ എടുത്ത് ഫോട്ടോ ഒക്കെ എടുത്ത് ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, നല്ലവണ്ണൊക്കെ പഠിക്കണോന്നൊക്കെ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് നിങ്ങളെ കാണാൻ പറ്റിയില്ലല്ലേ? ഞാൻ വന്നിട്ടല്ലേ വന്നേ. വൈകിട്ട് വരാം അങ്ങോട്ട്. ഹലോ അത്തത്ത, ഞങ്ങളാ. ഞങ്ങള് സ്കൂളിൽ പോവാൻ വേണ്ടിട്ട് പോവാ യൂണിഫോം ഇട്ടിട്ട്. ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. രണ്ടിലാന്ന് പറഞ്ഞ ഞാൻ ഇനി 2-ലാ, പൊന്നൂസിന് 4-ല്. 4-ല് 2-ല് ആ കവറ്. ഹലോ അത്തമ്മ, ഞങ്ങള് യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോവാൻ പോവാ. വലൈക്കും അസ്സലാം. ഞങ്ങക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. എടുക്കാൻ എൻ്റെ മക്കളെ ഒരുങ്ങിന എൻ്റെ ഫ്രണ്ട്സ് സുന്ദരനും എനിക്കും എൻ്റെ പൊന്നെ അമ്മച്ചി 2 ഫോട്ടോ എടുക്കട്ടെ. കിറ്റൊക്കെ അത്ത എടുത്ത് കാറിൽ വെച്ചോളും. മക്കളാവൊന്നും ബുദ്ധിമുട്ടണ്ട കേട്ടോ. ഇപ്പോൾ വെയിറ്റ് ഇല്ലല്ലോ ബാഗിന്. നാളെ മുതൽ നല്ല വെയിറ്റ് ആയിരിക്കും. നാളെ ടൈം ടേബിളൊക്കെ വരും, അപ്പം ഭയങ്കര വെയിറ്റ് ആവും. ഷൂ അത് അതെ എടുത്ത് പഴയ ഷൂ കാണിക്കുന്നു. അമ്മ 2 ഫോട്ടോ എടുക്കട്ടെ. അമ്മ മോണ്ടിനും വേണം. മുത്തണീസ്, അപ്പം ഇന്നലെ ഈ 2 മാസം അത്താടെ അമ്മാടേയും കൂടെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നൊരു ദിവസം ഇവരെ വിട്ട് പിരിഞ്ഞു പോകുമ്പോ ഞങ്ങക്ക് നല്ല വിഷമമുണ്ട് കേട്ടോ. കാരണം ഞങ്ങക്ക് ഒറ്റൊരു യാത്ര മാത്രമേ എന്നോട് പറഞ്ഞു. അമ്മ ഞങ്ങൾക്ക് പുതിയ ബാഗൊക്കെ ഇട്ട് പോകുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റാ. പക്ഷെ വിഷമമുണ്ട്. ഞങ്ങൾ ഇനി രാത്രി മാത്രമല്ലേ അമ്മയുടെ കൂടെ കാണൂ, അത് വിഷമമാണ്. ഇവിടെ ആരും കണക്ക് എന്റെ മക്കളെ എവിടെയും പറഞ്ഞു വിടണമെന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അണ്ണന് വലിയ ഇഷ്ടമൊന്നുമല്ല. ഞങ്ങക്ക് പഠിക്കാൻ പോണം എല്ലാ സ്ഥലത്തും. സ്കൂള് വിട്ട് കഴിഞ്ഞ് പള്ളിയിൽ പോകണം, അത് കഴിഞ്ഞിട്ട് ട്യൂഷൻ പോകണം. ഇത്രയും കഴിഞ്ഞ് വീട്ടിൽ വന്ന് വീണ്ടും പഠിക്കണം, അത് കഴിഞ്ഞിട്ട് കിടന്നുറങ്ങണം. കിടന്നുറങ്ങുന്ന ഒരു സമയം മാത്രമേ ഉള്ളൂ ഗൈസ് ഞങ്ങക്ക് റെസ്റ്റ്. അത്താക്കൊന്നും ഇല്ല ഗൈസ്. എനിക്ക് ഭയങ്കര സങ്കടമാണ്. അമ്മ എന്നെ അണ്ണ ഇല്ല. ഇന്നലെ എനിക്ക് ഭയങ്കര സങ്കടം. ഞാൻ ഈ അണ്ണൻ്റെ അടുത്ത് പറയാം എനിക്ക് ഭയങ്കര വിഷമം. ഇയാളെ പറയാം എന്തിനാ വിഷമം. ഇന്നാൾക്ക് കരഞ്ഞപ്പോ അമ്മ കരഞ്ഞപ്പോ ഈ അത്ത പറയാ എനിക്ക് ഇപ്പൊ നീ കരയുന്ന കണ്ടിട്ട് ചിരിയാ വരുന്നേന്ന്. അതങ്ങനെ വിഷമമൊന്നുമില്ല. അമ്മ സ്കൂളിൽ വന്നപ്പോ വെച്ചാല് നമ്മളിപ്പം വീട്ടിലിരിക്കുന്ന അമ്മമാരൊക്കെ ആണെങ്കില് ഈ അണ്ണൻ പുറത്തൊക്കെ പോകുമ്പോ നമ്മള് കൂട്ടല്ലയോ. ആ ഒരു 2 മാസം കാണിക്കണ്ട, ഞങ്ങളെ ആരെയും കാണിക്കണ്ട. അവിടെ വെച്ചോ. എന്നിട്ട് വേറെ ആരെങ്കിലും റോഡിൽ കൂടെ പോകുന്നവരെ പിടിച്ച് കാണിച്ചോ. ഞാൻ കുഴപ്പമൊന്നുമില്ല. സുന്ദരി സ്കൂളിൽ പോന്നു. ഈ കഴിഞ്ഞ വെക്കേഷന് നമ്മള് യാത്രയൊക്കെ പോയില്ല. പക്ഷെ ഈ വീടിന്റെ പണി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പോയില്ല. ഞാനും പൊന്നൂസ് മോണ്ടനും അതെ, അവരൊന്ന് സന്തോഷിപ്പിക്കാൻ അവിടെ കൊണ്ടുപോകാൻ പറ്റി. പിന്നെ ഇങ്ങനെയൊക്കെ എങ്ങനെ പോയി. എന്തായാലും സ്കൂൾ എത്താറായി. നല്ല ട്രാഫിക് ഉണ്ട്. കാരണം വെച്ചാൽ ഇവിടെ എല്ലാം സ്കൂളാട്ടോ, സെൻഗ്രേറ്റി സ്കൂള്. അവിടെയൊക്കെ നല്ല തിരക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇനി ഇച്ചിരി കൂടെ കഴിയുമ്പോ ഓണപരീക്ഷയാവും. സത്യം പറഞ്ഞാൽ പൊന്നൂസ് മോണ്ടനും വളർന്ന്. എനിക്കതുകൊണ്ട് ഇവിടെ ഒരു ഇത് പറയാം. കാരണം ഇവര് ഞങ്ങള് വളർന്ന് ഹൈറ്റ് ഒക്കെ വെച്ച്, പക്ഷെ ഞങ്ങളുടെ മനസ്സ് കുഞ്ഞു മനസ്സാ.
ഓവറാക്കി ചെലവാക്കല്ലേ. ഞാൻ ചളവൊന്നും ആക്കിയില്ല. ഇനിയല്ല പറഞ്ഞത്. ഈ പിന്നെ LKG മോനോട്ട് നിക്കറൊക്കെ ഇട്ട് പോകുന്നൊരു ഫോട്ടോ ഉണ്ട്. അതും ഇപ്പൊ പാൻ്റൊക്കെ ഇട്ടപ്പോ നല്ല നീളം വെച്ച് വലിയൊരു ചെറുക്കനെ പോലെ. അമ്മ കരയുവാ. ഓട്ടമ്മ, ഞാൻ അമ്മ അടുത്ത് വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രിയെ പറഞ്ഞു വെച്ച അമ്മ കരയരുത് കരയരുത് കരയരുത്. എന്തായാലും ഇനി പൊന്നൂസിനെ മോണ്ടനെയൊക്കെ നമുക്ക് സ്കൂളിലാക്കിയിട്ട് വരാം ഫ്രണ്ട്സ്. ഇനി ഞാൻ അങ്ങോട്ട് വീഡിയോ ഒന്നും എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് വിചാരിച്ചു ഇനി ഇന്നോട്ട് ജിമ്മിനൊക്കെ പോവാണ്. കാരണം മൈൻഡൊക്കെ ഒന്ന് മാറ്റി വിടണം. വീട്ടിൽ തന്നെ ഇരുന്നാലും ശരിയാവത്തില്ല. ജിമ്മിനോട്ട് ഒത്തിരി നാളായി. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ ബാഗ് എടുത്തോണ്ട് ഇറങ്ങി. അപ്പൊ ചേട്ടാ അപ്പൊ ഞങ്ങൾ പോയി പഠിച്ചിട്ടൊക്കെ വരാം ഫ്രണ്ട്സ്. ബേബി